future value of an annuity. So future value of a present sum equation നമ്മൾ പഠിച്ചു. Future value of an annuity കാണാനുള്ള ഇക്വേഷൻ ആണ്. Future value of annuity FV of A equal to A into 1 plus I whole raised to N minus 1 by I. So FVA എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ആനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ്സ് ഇൻ ഈച്ച് കോമ്പൗണ്ടിങ് പീരീഡ് ആണ്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് വുഡ് ബി കോമ്പൗണ്ടഡ് ഫോർ ഈച്ച് പീരീഡ് ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓൾമോസ്റ്റ് സിമിലർ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യങ്ങളായിരിക്കും, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ ഇക്വേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നേരെ അതിൽ വാല്യൂസ് എടുക്കുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് അഥവാ CAGR സിംപ്ലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ് CAGR എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് 5 വർഷം കൊണ്ട് 25 ലാക്കായി അല്ലെങ്കിൽ 30 ലാക്കായി. സോ അങ്ങനെയാണെങ്കിൽ ആനുവലി ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്താണ് എന്ന് കാണിക്കുന്നതാണ് CAGR എന്ന് പറയുന്നത്. CAGR കാണാൻ ഇക്വേഷൻ CAGR ഈക്വൽ ടു FV ബൈ PV ഓൾ റൈസ് ടു 1 ബൈ N മൈനസ് 1, അതായത് ഫ്യൂച്ചർ വാല്യൂ ബൈ പ്രസൻറ്റ് വാല്യൂ ഓൾ റൈസ് ടു 1 ബൈ N, ഓർ I ഈക്വൽ ടു nth റൂട്ട് ഓഫ് FV ബൈ PV. I എന്ന് പറയുന്നത് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് പെർ പീരീഡ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈം പീരീഡ്, FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഒക്കെ പറയുന്നത് ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂ ഒക്കെയാണ്. ഓക്കെ, ഇനി എത്ര സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ ഓഫ് ടൈം പീരീഡ് ആണ് കാണിക്കുന്നത്. റൈറ്റ്, കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ ഡിസ്കൗണ്ടഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂവും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും കിട്ടണം. അതുപോലെ ഫ്യൂച്ചർ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂവും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും കിട്ടണം. പക്ഷെ ചില സമയത്ത് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ അറിയുന്നുണ്ടായിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് അറിയില്ല. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. സീറോ കൂപ്പൺ ബോണ്ടിന് ഡ്യൂറിങ് ഇറ്റ്സ് ടേം, അത് മെച്യൂരിറ്റി ആവുന്നവരെ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബോട്ട് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഇറ്റ്സ് പാർ വാല്യൂ. പാർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആകുമ്പോൾ ആ ബോണ്ടിൻ്റെ വാല്യൂ ആണ്. സോ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. സോ ഈ കേസിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് അറിയാമെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. അതുപോലെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പാർ വാല്യൂ ആണ്. അതായത് ബോണ്ട് മെച്യൂർ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതാണ് പാർ വാല്യൂ. റൈറ്റ്, സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മളെങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കാണുമെന്നുള്ളതാണ്. സോ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ് കാണേണ്ടത്. I ഈക്വൽ ടു FV ബൈ PV ഓൾ റൈസ് ടു 1 ബൈ N മൈനസ് 1, ഓർ nth റൂട്ട് ഓഫ് FV ബൈ PV മൈനസ് 1. ഇവിടെ I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് പെർ ടൈം പീരീഡ് ആണ്. അതുപോലെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈം പീരീഡ്സ്, FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, അതുപോലെ PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, വാട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് എ സീറോ കൂപ്പൺ ബോണ്ട് paying that costs ₹100 and pays ₹1000 in 10 years, assuming interest rate that compounds annually. സോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചർ വാല്യൂയും പ്രസൻറ്റ് വാല്യൂ അറിയാം. ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്, അതായത് നേരത്തെ പറഞ്ഞു പാർ വാല്യൂ ആണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ.
10 ഇയേഴ്സിൽ 1000 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ പാർ വാല്യൂ, അതായത് മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ. ദെൻ പ്രസൻറ്റ് വാല്യൂ പറയുന്നത് കോസ്റ്റ് റുപ്പീസ് 600 ആണ്. സോ പ്രസൻറ്റ് വാല്യൂ 600 ആണ്. നമ്മൾ പർച്ചേസ് പ്രൈസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂച്ചർ വാല്യൂ 1000, പാർ വാല്യൂ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ പ്രസൻറ്റ് വാല്യൂ 600, പർച്ചേസ് പ്രൈസ്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടേണ്ടത്. സോ ഈ സീറോ കൂപ്പൺ ബോണ്ട് എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I ഈക്വൽ ടു FE ബൈ PV all raised to 1/n minus 1, 1000 by 600 all raised to 1/10 minus 1. ഈ 1/10 10th റൂട്ട് എന്നും പറയാം കേട്ടോ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.24% ആണ്. റൈറ്റ്. ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഈൽഡ് എന്നുള്ളത്. സോ എഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഈൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 + I/n ഹോൾ റൈസ് ടു n മൈനസ് 1. ഓക്കെ, ഇവിടെ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനൽ ഓർ സ്റ്റേറ്റഡ്, അതായത് അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ നമ്മൾ R എന്ന് ഉപയോഗിക്കാറുണ്ട് ഇക്വേഷനിൽ സാധാരണ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ് പെർ ഇയർ ആണ്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എഫക്റ്റീവ് റേറ്റ് വിൽ എ സ്റ്റേറ്റഡ് ആനുവൽ റേറ്റ് ഓഫ് 6% yield when compounded സെമി ആനുവലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഫക്റ്റീവ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1 + I ഹോൾ റൈസ് ടു n, 1 + I/n ഹോൾ റൈസ് ടു n മൈനസ് 1. ഓക്കെ, സോ I എന്ന് പറയുന്നത് 6% ആണ്. 6/100 എന്ന് പറയുമ്പോൾ 0.06. ഇനി n സെമി ആനുവലി ആണ്, അതായത് ഹാഫ് ഇയർലി ആണ്. സോ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ n 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി 1 + 0.06/2 ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇത് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 0.0609 ആണ്. സോ ഇതാണ് 6% ആനുവൽ റേറ്റിൻ്റെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയും. What effective rate would you get if the advertisement says 6% compounded monthly? So again 6% compound interest മന്ത്ലി ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഈൽഡാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ 1 + I/n ഹോൾ റൈസ് ടു n മൈനസ് 1 ആണ്. ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് അഗെയിൻ 6% ആണ്. സോ നമുക്ക് 0.06 എന്ന് എഴുതാം. 6/100. ഓക്കെ, n എന്ന് പറഞ്ഞാൽ മന്ത്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മന്ത്ലി എന്ന് പറയുമ്പോൾ 1 ഇയറിൽ 12 months. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1 + 0.06/12 ഹോൾ റൈസ് ടു 12 മൈനസ് 1, റൈറ്റ്? സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1.005 ഹോൾ റൈസ് ടു 12 മൈനസ് 1 എന്ന് കിട്ടും. അതായത് 0.06
168, അതായത് 6.168% എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 6.168% എന്ന് എഴുതും. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6.168% ആണ്. നോമിനൽ ആൻഡ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻ ടു അക്കൗണ്ട്. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കാണുമ്പം ഇൻഫ്ലേഷൻ ഒരു പാരാമീറ്റർ ആവില്ല, അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആവില്ല എന്നുള്ള. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. സംടൈംസ് കോമ്പൗണ്ടിങ് മേ ബി ഡൺ കണ്ടിന്യൂസ്ലി. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ചില സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കോമ്പൗണ്ടിങ് എന്നാണ് പറയുക. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ആയിരിക്കും. സോ കണ്ടിന്യൂസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്, A = P × E⁻RT എന്നാണ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. R എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ആഫ്റ്റർ ടൈം T. E എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2.7183 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇക്വേഷനിലുള്ളത്. നമുക്ക് കാണാനായിട്ടുള്ളത് A ആണ്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ ടൈം T ആണ്. ഓക്കെ, സോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ടാവും, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര ആയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് പറയും. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. An amount of ₹2,340 is deposited in a bank paying an annual interest rate of 3.1% compounded continuously. Find the balance after 3 years. സോ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമുക്കറിയാം, A = P × E⁻RT എന്നുള്ളതാണ്. റൈറ്റ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. R എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ആസ് എ ഡെസിമലാണ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. T എന്ന് പറഞ്ഞാൽ അറിയാം നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. A എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആഫ്റ്റർ ടൈം T ആണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് 2340 ആണ്. 2340 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് 3.1% ആണ്. സോ 3.1/100 എന്ന് പറയുമ്പോൾ നമുക്ക് 0.031 എന്ന് എഴുതാം. ദെൻ T എന്ന് പറയുന്നത് 3 years ആണ് ചോദിച്ചിരിക്കുന്നത്, ആഫ്റ്റർ 3 years. സോ T = 3 എന്ന് എഴുതാം. റൈറ്റ്. ദെൻ ഇപ്പോൾ നമുക്ക് PRT കിട്ടി. ഇനി E ആണ്. സോ ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, നേരത്തെ പറഞ്ഞിട്ട്. അപ്രോക്സിമേറ്റ്ലി വാല്യൂ എന്ന് പറയുന്നത് 2.7183 ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ 2340 ഇൻറ്റു E⁻0.031 into 3, 2340 into 2.7183 all raised to 0.031 into 3. റൈറ്റ്. അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2568.06 എന്ന് കിട്ടും.
സോ ബാലൻസ് ആഫ്റ്റർ 3 years approximately 2568.06 ആണ്. ഓക്കെ,